മനോരമയിലെ ഒരു ചാനൽ ചർച്ച കാണുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഒരു കള്ളനെ കയ്യോടെ പിടിച്ചിട്ട് എടാ നീ കള്ളനാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അയ്യോ ഞാൻ കള്ളനല്ല എന്നേ പറയൂ. അതുപോലെയാണ് മനോരമ ചാനൽ ചർച്ചയിലെ അയ്യപ്പദാസ് എന്ന അവതാരകൻ UDF-ന് വേണ്ടി മെഴുകി വാരുകയാണ്. മെഴുകി വാരി വരുന്ന സന്ദർഭത്തിലാണ് ഇടതുപക്ഷ പ്രതിനിധിയായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ആരാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെളിവുകൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത്? UDF എന്ന് പറയാനുള്ള ഒരു വിമ്മിട്ടം നിങ്ങൾ കാണണം. അതും പോരാഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആ വിദഗ്ധ മെഴുകലും കോൺഗ്രസുകാർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് ഇടതുപക്ഷ പ്രതിനിധിയുടെ ഒരു ചോദ്യം കൂടി വന്നപ്പോൾ ചോപ്പ് കണ്ട കാളയെ പോലെയുള്ള അദ്ദേഹത്തിന്റെ ആ മുരൾച്ചയും അലർച്ചയും, എന്നിട്ട് സ്വയം നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകൻ ചമയാൻ ശ്രമിക്കുന്ന രീതികളൊക്കെ നോക്കിയേ. കേരളത്തിൽ മനോരമ സ്ഥാപനത്തിനകത്ത് മാധ്യമ പ്രവർത്തകരുടെ വേഷത്തിൽ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ഹാഫ് സംഘി ഹാഫ് കോൺഗ്രസ് ആയിട്ടുള്ള ചില വ്യക്തികളുടെ ചർച്ചകളൊക്കെ ഇങ്ങനെയാണ്. അല്ല, അതിന് ഉത്തരം അങ്ങ് പറഞ്ഞാട്ടെ. പോറ്റിയെ കയറ്റിയതാരാ? പോറ്റി പല ഭരണസമിതി അവിടെ ഇരിക്കുമ്പോൾ അവിടെയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിലവിൽ അറസ്റ്റിലായ തന്ത്രിയുമായി നല്ല ബന്ധമുണ്ട്. ആ ബന്ധം സംശയാസ്പദമാണ്. ഞാൻ മനസ്സിലാക്കുന്നതാണ്. ഈ അയ്യപ്പദാസ് ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറ. ഞാൻ പറഞ്ഞില്ലേ പോറ്റിയെ കയറ്റിയതാരാ? അതിന് നിങ്ങൾ ഉത്തരം പറ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പോറ്റി അവിടെ ഉണ്ട്. ആരാന്നോ? ആ തന്ത്രി, നമ്മുടെ തന്ത്രി. വേണ്ട, ഇത് എസ് ഓർ നോ ക്വസ്റ്റ്യനാ. പോറ്റിയെ കയറ്റിയതാരാ? അങ്ങനെയാണെങ്കിൽ ഒരു എസ് ഓർ ക്വസ്റ്റ്യൻ അങ്ങോട്ട് തന്നു. ഏത് ബോർഡ് ഭരിക്കുമ്പോഴാണ് കട്ടെന്ന് ചോദിച്ചു. ആ എസ് ഓർ നോ എന്ന് പറഞ്ഞാൽ ഞാനത് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല സാർ. അങ്ങനൊന്നും വഴിവെടുക്കാൻ മറുപടി പോലെ. എന്ത് വഴിവെടുക്കാൻ മറുപടി? താങ്കൾ മറുപടി പറഞ്ഞിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുള്ള ബന്ധം കൊണ്ട് എപ്പോ കട്ടെന്ന് ചോദിച്ചു താങ്കൾ പറഞ്ഞോ? LDF-ന്റെ കാലത്ത് കട്ടെന്ന് താങ്കൾ പറഞ്ഞോ? അങ്ങയുടെ നിരീക്ഷണത്തിൽ പറ. എന്റെ നിരീക്ഷണം എന്റെ നിരീക്ഷണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി പതിറ്റാണ്ടുകളായിട്ട് അവിടെയുണ്ട്. പതിയെ കയറി തന്ത്രിയുമായി നല്ല ബന്ധം സ്ഥാപിച്ചു. ആ ബന്ധത്തിൽ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതൊക്കെ SIT അന്വേഷിച്ച് വരട്ടെ. അങ്ങനെ നിലവിൽ അകത്ത് കിടക്കുന്ന തന്ത്രിയുമായുള്ള ബന്ധം ഉപയോഗിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പതിയെ സ്പോൺസറായി മാറുന്നു. ആളുകളെ കൊണ്ടിരുന്നു, പണസമ്പാദനം നടത്തുന്നു. അനാദിയായ ഒരു കാലത്ത് നിന്ന് പരിണാമം വഴി ഉണ്ടായെന്നൊന്നും പറഞ്ഞ് മറുപടി പറയരുത്. പോറ്റി കയറിയത് 2004-ൽ. പോറ്റിയെ കയറ്റിയത് ആര്? ആ ചോദ്യം പോറ്റി അനാദിയായ ഒരു രൂപമാണെന്നും പറയാം. പോറ്റി 25 കൊല്ലം കൃത്യമായ ഡേറ്റും ഉണ്ട്. ഈ 2004 അല്ല, ഒരു സെക്കൻഡ്, ഈ 2004 ആളുകളുണ്ട്. അല്ല, സമാധാനം പറഞ്ഞേ പറ്റൂ. ഒരു മിനിറ്റ്, അതിന് അനാദികാലം ഒന്നും പറയണ്ട. ഒരു മിനിറ്റ് ശ്രീ ഗോപൻ. ഈ 2004-ൽ കയറിയല്ലോ. 2004 തൊട്ട് 2025 വരെ UDF ആണോ ഇത് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ഭരിച്ചത്? അതിനിടയിൽ ആകെ ഒരൊറ്റ തവണ 2006-ൽ അധികാരം നഷ്ടപ്പെട്ട ശേഷം ഒരൊറ്റ തവണയാണ് UDF ഭരിച്ചിട്ടുള്ളത്. 2011, 2016. ഈ ബാക്കി എത്ര വർഷം വരും സാർ?